മോഡി വന്ന മുസ്ലിങ്ങളെ എല്ലാം ചുട്ടുകൊല്ലു എന്നല്ലേ പറഞ്ഞത്. ഇത് ഇതുവരെ നമ്മൾ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതിൽ കൂടുതൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഇന്ത്യയിൽ. അപ്പോൾ ശരി, നിങ്ങൾ ഒരു ബോധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ മുന്നിലുള്ള എക്സാമ്പിൾസ് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല? അവിടെ നിങ്ങൾക്ക് മറ്റെന്തോ താല്പര്യമാണ്. അപ്പോൾ ഈ രാജ്യത്ത് ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട് പുറത്ത്. അവരോടൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയോ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ റിയാലിറ്റി. ഞാൻ കേരളത്തിൽ ഏറ്റവും ശക്തമായ മോഡിനെ എതിർത്ത ആൾ ഞാനാണല്ലോ. RSS എതിർത്ത ആൾ ഞാനാണ്. എൻ്റെ ആദ്യത്തെ ടെലിവിഷൻ ഡിബേറ്റുകൾ എടുത്തു. ഞാൻ എന്തുകൊണ്ട് മാറി? മോഡിയുടെ 5 വർഷങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ്. നമ്മുടെ കാലത്ത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മളത് ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക. അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു എന്നുള്ളതാണ്. ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർ RSS സ്വയം നീക്കുപോക്കിന് ശ്രമിക്കുന്നതൊക്കെ ഉണ്ട്. അല്ല നിലനിൽപ്പ് പ്രശ്നത്തിലാവുന്ന അവർക്കറിയാം. പക്ഷേ അവരുടെ ആ വിഷമുണ്ടല്ലോ, ഒരു സമൂഹത്തെ മൊത്തം വഴിതെറ്റിക്കുന്ന വിഷം, അതിന് തീവ്രത കൂടി വരികയാണ്.